ഹലോ എവരിവൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വൺ ഓഫ് ദ ഫേമസ് ഫൈനാൻഷ്യൽ ബുക്കാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, റിച്ച് ഡാഡ് ആൻഡ് പുവർ ഡാഡ്. ഇത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും, അറ്റ്ലീസ്റ്റ് കേട്ടിട്ടെങ്കിലും ഉണ്ടാവും. ഐ വിൽ ഷോ യു. പണക്കാരനാകാൻ റിച്ച് ഡാഡിന്റെ 10 തന്ത്രങ്ങൾ ആണ് ഈ ബുക്കിലുള്ളത്. റോബർട്ട് കിയോസാക്കിയാണ് ഈ ബുക്ക് എഴുതിയിട്ടുള്ളത്. റോബർട്ട് കിയോസാക്കി തന്റെ പിതാവായിട്ടുള്ള വിദ്യാസമ്പന്നനും നല്ല ശമ്പളം വാങ്ങുന്നവനുമായിട്ടുള്ള തന്റെ പിതാവിനോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പണക്കാരനാവാത്തത്? എല്ലാ മാസവും 15-ാം തീയതി കഴിയുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത്? പിതാവിൽ നിന്നുള്ള ഉത്തരം തൃപ്തികരമല്ലാത്തത് കൊണ്ട് അതിസമ്പന്നനായ സുഹൃത്തിന്റെ പിതാവിനോട് ചോദിക്കുകയാണ്. എന്നാൽ റിച്ച് ഡാഡ് നൽകിയ ഉപദേശമാണ് ഈ ബുക്കിലുള്ള തന്ത്രങ്ങൾ അത്രയും. ദ ഫസ്റ്റ് വൺ, സമ്പന്നര് പണത്തിനു വേണ്ടി ജോലി ചെയ്യുന്നില്ല, എന്നാൽ പണത്തെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ച് പണം ഉണ്ടാക്കുന്നു. നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്? ചെറുപ്പത്തിൽ ജോലി വാങ്ങാൻ വേണ്ടി പഠിക്കുന്നു, ജോലി വാങ്ങിയിട്ട് നല്ല ശമ്പളത്തിന് വേണ്ടിയിട്ട് നല്ല ജോലി ചെയ്തിട്ട് ആ ശമ്പളം കൊണ്ട് നമ്മുടെ ബില്ലടയ്ക്കും. ഇറ്റ്സ് എ റാറ്റ് ലൈഫ്. എന്നാൽ സമ്പന്നരോ? റിച്ച് ഡാഡ് നമ്മളോട് പറയുന്നത്, പണത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കാതെ ആ പണം നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന രീതിയിലേക്കുള്ള മാറ്റമാണ് നമുക്ക് അനിവാര്യമായിട്ടുള്ളത്. ഒരു ഉദാഹരണത്തിന്, ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഒരു കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് ഉണ്ടാക്കി. ആ കൊമേഴ്ഷ്യൽ പ്രൊജക്റ്റ് റെന്റിന് കൊടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഈ ഒരു ലോൺ തിരിച്ചടയ്ക്കുകയും ബാക്കി ഒരു അസറ്റായിട്ട് നമ്മുടെ കയ്യിലേക്ക് വരികയും ചെയ്യുന്ന ഒരു രീതി. ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ സ്കൂളിലൊന്നും പഠിക്കാത്തൊരു കാര്യമാണ് പണം എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത്. നമ്മൾ ബയോളജി പഠിച്ചു, ഹിസ്റ്ററി പഠിച്ചു, പക്ഷെ നമ്മൾ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന പൈസ എങ്ങനെ വിനിയോഗിക്കണമെന്ന് നമുക്കറിയില്ല. എങ്ങനെ അത് സമ്പാദിക്കണമെന്നും എങ്ങനെ വിനിയോഗിക്കണമെന്നും നമുക്കറിയില്ല. ഫൈനാൻഷ്യൽ ലിറ്ററസി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വാട്ട് ഈസ് ആൻ അസറ്റ് ആൻഡ് വാട്ട് ഈസ് എ ലയബിലിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ, അസറ്റ് എന്ന് പറയുന്നത് സ്വത്ത്. അതായത് നമുക്കൊരു വാടക വീടുണ്ട്, അതിൽ നിന്ന് നമുക്ക് മാസം പൈസ കിട്ടുകയാണെങ്കിൽ അതൊരു അസറ്റാണ്. എന്നാൽ നമ്മുടെ സ്വന്തം വീട്, അതിൽ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, അതിന് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നമുക്ക് മെയിൻ്റെനൻസ് ആയിട്ടൊക്കെ പോകുന്നുണ്ട്, അതാണ് ലയബിലിറ്റി. അടുത്തത് പറയാനുള്ളത്, സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങാം. ബിസിനസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ബിസിനസ് ഏറ്റെടുത്ത് തുടങ്ങാൻ പറ്റാത്ത ആൾക്കാർ നല്ല ബിസിനസ്സിൽ നിക്ഷേപിക്കുക. സ്റ്റോക്ക് മാർക്കറ്റൊക്കെ അത്യാവശ്യം നന്നായിട്ട് പഠിച്ച് അതിലേക്ക് നിക്ഷേപിക്കുക. ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. അപകട സാധ്യത നന്നായിട്ട് മനസ്സിലാക്കുക, അത് മാക്സിമം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓഹരി വിപണിയെ കുറിച്ച് പറയുമ്പോൾ നെറ്റിച്ചുളിയുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുമ്പം ഒരുമിച്ച് വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കാതെ കുറച്ച് സ്റ്റോക്കായിട്ട് പലതിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ലോസ് വരുന്നത് തടയാൻ വേണ്ടി പറ്റും. പഠിക്കാൻ ശ്രദ്ധിക്കുക, നമ്മളുടെ സ്കിൽസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ. കാരണം നമ്മൾ ഇനി വളർന്നു വരുന്ന തലമുറയിൽ ഒരുപാട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ സ്കിൽസ് നമ്മൾ നന്നായിട്ട് വളർത്തിയെടുക്കുക. അപ്പോൾ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ തുറന്നു വരുമെന്നാണ് റിച്ച് ഡാഡ് പറയുന്നത്. അടുത്ത ബിസിനസ് സ്ട്രാറ്റജിയാണ് ഒരു ടീമിനെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നുള്ളത്. അതായത് ഒരു 5 to 9 നമ്മൾ പണിയെടുത്തുണ്ടാക്കിയ പൈസയ്ക്ക് പകരം ഒരു ടീമിനെ ബിൽഡ് ചെയ്ത് ആ ടീമിനെ കൊണ്ട് പണിയെടുപ്പിച്ച് ആ പണം കൊണ്ട് നമ്മൾ പിന്നെയും പണം ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ്. പ്രതിസന്ധികളെ അവസരമാക്കുക. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഓഹരി വിപണി ഇടിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് ഒരു സ്റ്റോക്കിന്റെ വില വളരെ കുറവാണ്. ആ ഒരു സമയത്ത് ആവശ്യത്തിന് സ്റ്റോക്ക് വാങ്ങി ഓഹരി വിപണി കുറച്ച് ഉയർന്നു നിൽക്കുന്ന സമയത്ത് അത് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഉയർന്ന അളവിലായിരിക്കും. പേടിയെ അതിജീവിക്കാം. ഈ ലോകത്ത് പൈസക്കാരൻ അല്ലെങ്കിൽ പണക്കാരനായിട്ടുള്ള ഏതൊരു വ്യക്തിയും പേടിച്ചിട്ട് മാറി നിന്ന ആളല്ല. ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പേടിയെ അതിജീവിച്ച് മുന്നോട്ട് പോവുക. അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡൊണേറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരൊക്കെ നോക്കുകയാണെങ്കിൽ ഇവർ സമ്പാദിക്കുന്നതിനനുസരിച്ച് സൈഡിൽ കൂടെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ദാനം ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ച് ഇവർക്ക് മുന്നിൽ പുതിയ വാതിലുകൾ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഫൈനലി, മണി ഈസ് ഫ്രീഡം.